കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂർ. മേളങ്ങളുടെയും പൂരങ്ങളുടെയും നാട്. പട്ടണത്തിൽ നിന്നും തെല്ലകലെയായി ഗുരുവായൂരിന് സമീപ പ്രദേശത്ത് ഒരു ഗ്രാമമുണ്ട്. സാംസ്കാരികതയും മതസൗഹാർദ്ദവും വിളിച്ചോതുന്ന നാട് പാവറട്ടി. ഇവിടെ തൃശ്ശൂർക്കാർക്ക് തങ്ങളുടെ ചങ്കോട് ചേർത്ത് വെച്ച് സ്നേഹിക്കാൻ ഒരു ചാച്ചനുണ്ട്. തിരുസഭയുടെ കാവൽക്കാരൻ വിശുദ്ധ യൗസേപ്പ് പിതാവ്. പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ മരണത്തിരുനാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ആ തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് നേരുകയാണ്. പിതാവിൻ്റെ മധ്യസ്ഥം വഴി ഒത്തിരിയധികം അനുഗ്രഹങ്ങൾ സർവേശ്വരൻ നിങ്ങൾക്ക് തരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇവിടെ എപ്പോഴും പാവറട്ടിക്കാരുടെ വിശ്വാസത്തിൻ്റെ തിരയിളക്കം പ്രകടമാകുന്ന അന്തരീക്ഷമാണ്. ഇവിടെ വരുന്നവരെ വിശുദ്ധ യൗസേപ്പ് പിതാവ് സ്നേഹവാത്സല്യത്തോടെ ക്ഷണിക്കുന്നതായി തോന്നും. തിരുക്കുടുംബത്തെ പരിചയപ്പെടുത്താൻ, അതറിഞ്ഞവരെ ഓർമ്മപ്പെടുത്താൻ. ഈ തിരുക്കുടുംബ ദർശനം നമ്മെ സ്വർഗകവാടം വരെ കൊണ്ടെത്തിക്കും. അപ്പോഴേക്കും നാം ക്രിസ്തുവുമായി തെല്ല് അടുത്തിട്ടുണ്ടായിരിക്കും, കണ്ണെത്തും ദൂരത്ത്. പാവറട്ടിയിലെ ദേവാലയം ആദ്യമായിട്ട് രൂപം കൊണ്ടത് 1876 ഏപ്രിൽ 13 ഒരു പെസഹ വ്യാഴാഴ്ചയാണ് അത് വിശുദ്ധീകരിക്കുകയും അവിടെ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുകയും ചെയ്തത്. 1880 പോർച്ചുഗീസ് മാതൃകയിൽ ഒരു ദേവാലയം തുടർന്ന് സ്ഥാപിക്കപ്പെട്ടു. അതിനുശേഷമാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ ദേവാലയം നിർമ്മിച്ചത് തന്നെ. 1975 ഈ ദേവാലയം പണി കഴിപ്പിക്കപ്പെടുക. എന്നാൽ പൂർവികന്മാർ സ്ഥാപിച്ചിരിക്കുന്ന മദ്ബഹയും അതുപോലെ തിരുസ്വരൂപങ്ങളും അതേ രീതിയിൽ നിലനിർത്തുവാനായിട്ട് ഇവർക്ക് സാധിച്ചു എന്നതിൽ സന്തോഷമുണ്ട്. മരപ്പണിക്കാരനായ വിശുദ്ധ യൗസേപ്പ് പിതാവ്, ആ പിതാവിൻ്റെ ദേവാലയം അത് അൾത്താര മരങ്ങൾ കൊണ്ട് തന്നെ വേണമെന്നുള്ള ആശയം വെച്ചുകൊണ്ട് 2004 ആ അൾത്താര മരം കൊണ്ടുള്ള അൾത്താരയാക്കി മാറ്റുവാനായിട്ട് ഈ ഇടവക്കാർക്ക് സാധിച്ചു. പാവറട്ടിയിലെ വിശ്വാസ സമൂഹത്തിനും അജപാലകർക്കും ഒരു കാര്യത്തിൽ നിർബന്ധമുണ്ടായിരുന്നു. യേശു ആദ്യമായി അപ്പ എന്ന് വിളിച്ച ആ വളർത്തുപിതാവിനെ ആത്മന ആദരിക്കാൻ കൊത്തുപണിയാൽ മോടി പിടിപ്പിച്ച ഒരു ദേവാലയം വേണമെന്ന്. അതിവിടുത്തെ നാട്ടുകാരുടെ സാംസ്കാരികതയാണ് സൂചിപ്പിക്കുന്നത്. മുഖ്യ കവാടത്തിനരികിലായി വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ പ്രൗഢഗംഭീരമായ ഒരു തിരുസ്വരൂപം സ്ഥാപിച്ചിട്ടുണ്ട്. ഒറ്റ നോട്ടത്തിൽ ഒരു കാവലാളായി തോന്നും. ഇവിടേക്ക് വന്നണയുന്ന തീർത്ഥാടകരുടെ ഭക്തി ദർശിക്കുമ്പോൾ യൗസേപ്പ് പിതാവിനോടുള്ള നമ്മുടെ സ്നേഹം 10 മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. നാനാജാതി മതസ്ഥർ ഈ ദേവാലയത്തിൽ കടന്നു വന്നുകൊണ്ട് പ്രാർത്ഥിച്ച് ഒത്തിരിയധികം അനുഗ്രഹങ്ങൾ
വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം വഴി ദൈവത്തിൽ നിന്ന് ലഭിച്ച് സന്തോഷത്തോടു കൂടി തിരിച്ചു പോകുന്നുണ്ട്. ഇവിടെ വരുന്നവർ ആരും നിരാശരാകേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് സത്യം. വിശ്വാസത്തിൻ്റെ തിരുനാളപ്രഭയിൽ വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ തിരുശേഷിപ്പ് ഈ ദേവാലയ മധ്യത്തിലായി ഭക്തിപൂർവം സ്ഥാപിച്ചിരിക്കുന്നതായി കാണാം. നിശബ്ദമായി വേദനകൾ സഹിച്ച ഈ പിതാവിനോടുള്ള സ്നേഹാദരവ് ചെറിയ ത്യാഗപ്രവർത്തികളിലൂടെ പ്രകടിപ്പിക്കാൻ തീർത്ഥാടകർ പരിശ്രമിക്കുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. ആ വഴിയോരത്ത് എവിടെയൊക്കെയോ നിശബ്ദനായി വിശുദ്ധൻ സന്നിഹിതനായിരിക്കുന്ന അനുഭവം നമ്മിൽ ഉളവാകുന്നു. ആ മാധ്യസ്ഥത്തിൽ ആരെയും അറിയിക്കാതെ ഇവിടെ നിലകൊള്ളുന്ന അത്ഭുത പ്രവർത്തകന്റെ ഇടപെടലിന് വഴിയൊരുങ്ങുന്നു. കുരിശിന് തൊട്ടു താഴെയായി വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ പൂർണ്ണമായും തടിയിൽ തീർത്ത അത്ഭുത തിരുസ്വരൂപം ദർശിക്കാം. ഉറങ്ങുന്ന യൗസേപ്പിതാവിൻ്റെ രൂപം. യൗസേപ്പിതാവിൻ്റെ ശാന്തശീലത, നിശബ്ദമായ അത്ഭുത പ്രവർത്തനം എന്നീ സവിശേഷതകളെ പ്രകടമാക്കുന്ന പ്രത്യേകതകൾ നിറഞ്ഞൊരു രൂപമാണിത്. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കും ജീവിതത്തിൽ അത്ഭുതകരമായ ഇടപെടലുകൾ ഉറങ്ങുന്ന യൗസേപ്പിതാവിൻ്റെ രൂപം മുഖേന ലഭിച്ചതായി ഇവിടെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടേക്ക് കടന്നു വന്നിട്ടുള്ള ഓരോ വിശ്വാസികൾക്കും തങ്ങളുടെ അപേക്ഷകൾക്ക് ഉടനടി യൗസേപ്പിതാവിൻ്റെ നിശബ്ദമായ ഇടപെടലുകൾ ലഭിച്ച സാക്ഷ്യങ്ങൾ അനേകമുണ്ട്. ഇതിന് കാരണം യൗസേപ്പിതാവിൻ്റെ ജീവിതത്തിലും സ്വർഗത്തിൻ്റെ ഇടപെടൽ അദ്ദേഹം ഉറങ്ങുന്ന സമയത്തായിരുന്നുവല്ലോ. ജോസഫ്, ദാവീദിന്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ലോകരക്ഷ എന്ന മഹാസംഭവം ഒരു ചെറു സ്വപ്നത്തെ യൗസേപ്പ് എന്ന സാധാരണ മനുഷ്യൻ വിശ്വസിച്ചതിലൂടെയാണ് സാധ്യമായത്. സാധാരണക്കാരൻ്റെ പ്രതിനിധി കൂടിയാണ് ജോസഫ് എന്ന ഈ ആശാരി. ഈ ദേവാലയത്തിലേക്ക് കടന്നുവരുന്ന ഏതൊരു വിശ്വാസിക്കും ആത്മന അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് തിരുക്കുടുംബ സാന്നിധ്യം. സ്വർഗത്തിന് ഇനിയും എന്തൊക്കെയോ പ്രവർത്തിക്കാനുള്ളതുപോലെ. ദാവീദിന്റെ പുത്രനായ ജോസഫ്, അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. ദൈവം ഭരമേൽപ്പിച്ച എൻ്റെ മകൻ. മകനെ
അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ഇനിയും നാം പരിപൂർണമായി ക്രിസ്തുവിലേക്ക് അടുക്കുവാൻ വൈകരുത്. യൗസേപ്പിതാവ് നമ്മെ ക്ഷണിക്കുകയാണ് യേശുവിലേക്ക് ഇനിയും അടുക്കാൻ, അവൻ്റെ പാടുപീഡകൾ ധ്യാനിച്ച് ജീവിക്കാൻ. സ്വർഗോന്മുഖരായ ഒരു ജനതയെ സ്വരുക്കൂട്ടാൻ ഇന്നും നിശബ്ദമായി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ഗുണഗണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം അദ്ദേഹം നിശബ്ദനായിട്ട് ദൈവ തിരുമനസ്സിന് പൂർണ്ണമായി കീഴ്വഴങ്ങിയ ഒരു വ്യക്തിയായിരുന്നു എന്നതാണ്. ബൈബിളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ വിശുദ്ധ ഔസേപ്പ് ബൈബിളിൽ ഒന്നും സംസാരിച്ചതായിട്ട് പറയുന്നില്ല. ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഉറങ്ങിക്കിടക്കുന്ന ഈ ഔസേപ്പിതാവിനെ നമ്മളിവിടെ കണ്ടു, ദേവാലയത്തിൽ കാണുന്നുണ്ട്. അതിൻ്റെ പ്രത്യേകത ഇതാണ്, ഈ ദൈവ തിരുമനസ്സ് വിശുദ്ധ ഔസേപ്പിതാവ് അറിഞ്ഞിരിക്കുന്നത് തന്നെ യഥാർത്ഥത്തിൽ ഉറക്കത്തിലാണ്, സ്വപ്നങ്ങളിലൂടെയാണ് എന്നുള്ളതാണ് പറയുക. അതനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും, എത്ര പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും അദ്ദേഹം അതിനെയൊന്നും വകവയ്ക്കാതെ അതിനൊക്കെ തരണം ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ തിരുമനസ്സിന് പൂർണ്ണമായി വിധേയനായി മുന്നോട്ട് പോയിരുന്നു. ദൈവം മാത്രം ആശ്രയമായുള്ളവൻ്റെ ജീവിതമാണ് ജോസഫ് നമ്മുടെ മനസ്സിൽ വിരിയിക്കുന്നത്. നിശബ്ദ സേവനത്തിൻ്റെ പ്രതീകമാകുമ്പോൾ സ്വർഗം നമുക്ക് വേണ്ടി യൗസേപ്പിതാവിനെ മധ്യസ്ഥനാക്കി. നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് സധൈര്യം സ്വർഗത്തിൽ സമർപ്പിക്കാൻ. എൻ്റെ പേര് സ്മിത ജോർജ് എന്നാണ്. ഞാൻ ചിറ്റാട്ടുകര ഇടവകയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ വീട് പാവർട്ടി തന്നെയായിരുന്നു. ചിറ്റാട്ടുകരയിലേക്കാണ് വിവാഹം കഴിച്ചയച്ചത്. 1997 ഞങ്ങളുടെ വിവാഹം. 1997 ഡിസംബർ 1-ാം തീയതി ഞങ്ങൾക്കൊരു മകനെ ലഭിച്ചു. ആ മകനെ ലഭിച്ചതിന് ശേഷം 3 തവണ ഞാൻ പ്രഗ്നൻ്റ് ആയെങ്കിലും ഓരോ തവണയും 2-2.5 മാസം 3 മാസം ആകുമ്പോഴേക്കും ബ്ലീഡിങ് ആവുകയും കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടുകയും ഉണ്ടായി. ഞങ്ങൾ ഭയങ്കര മനോവിഷമത്തിലായിരുന്നു. തിരുക്കുടുംബ പാലകനായ വിശുദ്ധ ഔസേപ്പിതാവിനോട് മുട്ടിപ്പായിട്ടുള്ള പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഞങ്ങൾക്ക് വീണ്ടും ഒരു കുഞ്ഞിനെ ലഭിക്കുകയും ആരോഗ്യമുള്ള ഒരു പെൺകുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിക്കുകയും ചെയ്തു. ഇനി കാണാൻ പോകുന്ന കാഴ്ച പാവറട്ടി ദേവാലയത്തിലെ വളരെ പ്രത്യേകത നിറഞ്ഞ ഒരു ചടങ്ങാണ്. വിശ്വാസികൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി സൂചകമായും ഈ നേർച്ചാരീതി ഇവിടെ നടത്തപ്പെടുന്നു. കുട്ടിയുടെ ഭാവി ഭാസുരമാകുവാനും ലോകത്തിന് തന്നെ ഒരനുഗ്രഹമാകുവാനും യൗസേപ്പിതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥം അപേക്ഷിക്കുകയാണ് ഈ ശുശ്രൂഷയിലൂടെ. തൃശ്ശൂർ അതിരൂപതയുടെ തീർത്ഥകേന്ദ്രമായ ഈ പാവർട്ടിയുടെ മാത്രം ഒരു പ്രത്യേകതയാണ് ഇവിടെ നടക്കുന്ന തുലാഭാരം എന്ന വഴിപാട്. സീറോ മലബാർ സഭയുടെ സംസ്കാരവും പൈതൃകവുമായി തീർന്ന ഈ വഴിപാട് ഉത്സവം എന്ന് പറയുന്നത് മാമോദീസ കഴിഞ്ഞ കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മധ്യസ്ഥത്തിനും കാവലിനുമായി സമർപ്പിക്കുന്ന ഒരു കർമ്മമാണ്. ഈ കർമ്മത്തിലെ കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് ഈ ത്രാസിൽ കിടത്തി അവരുടേത് തുല്യമായിട്ടുള്ള പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും അങ്ങനെ പലതരത്തിലുമുള്ള വിഭവങ്ങളും കൊണ്ടുവന്ന് വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മാധ്യസ്ഥത്തിനും കാവലിനുമായി സമർപ്പിക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഇവിടെ നടക്കുക. ഒരുപാട് ആളുകൾ അകലെ നിന്ന് പോലും ഇവിടെ വന്ന് ഈ തുലാഭാരത്തിലെ അവരുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കാനായി കടന്നു വരാറുണ്ട്. അതുപോലെ ഈ തീർത്ഥകേന്ദ്രത്തിൽ വരുവാനും ഔസേപ്പിതാവിൻ്റെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുക എന്ന് പറയുന്നതും വലിയ ഒരു അനുഗ്രഹമാണ്. എല്ലാവർക്കും ഇവിടേക്ക് പ്രത്യേകമായ ഹാർദവമായ സ്വാഗതം. മനോഹരമായ കൊത്തുപണികളാൽ അലങ്കൃതമായ ഈ അൾത്താരയുടെ ഇരുവശങ്ങളിലായി 2 ജീവിത മുഹൂർത്തങ്ങൾ നമുക്ക് ദർശിക്കാവുന്നതാണ്. അതിലൊന്ന് ആശാരിപ്പണിയിൽ ഏർപ്പെട്ടിരിക്കുന്ന തിരുക്കുടുംബത്തെയാണ്. മേൽക്കൂരകളില്ലാതെ കഴിയുന്ന ഏതൊരു കുടുംബത്തിനും ഈ തച്ചനെ ആശ്രയിക്കാം. ആരുമറിയാതെ, ഒരുപക്ഷെ നമ്മൾ പോലും അറിയാതെ, തൊഴിലാളികളുടെ മധ്യസ്ഥൻ കൂടിയായ ഈ തച്ചൻ നമ്മെ സഹായിച്ചിരിക്കും, തിരുക്കുടുംബത്തെ സംരക്ഷിച്ചതുപോലെ. മറ്റൊരു ചിത്രം യൗസേപ്പിതാവിൻ്റെ
മരണമുഹൂർത്തത്തെ വരച്ചു കാട്ടുന്നു. അത് നമ്മുടെ മനസ്സുകളെ ആ നിമിഷത്തിലേക്ക് ധ്യാനാത്മകമായി കൊണ്ടെത്തിക്കുന്നു. എൻ്റെ മകനെ, പിതാവേ, ചിലപ്പോഴൊക്കെ നീ എൻ്റെ മകനായിരുന്നെങ്കിലെന്ന് ഞാൻ ആശിച്ചിട്ടുണ്ട്. പക്ഷേ നീ ആയിരിക്കുന്നതായിരിക്കേണ്ടവനാണ്, കർത്താവിൻ്റെ അഭിഷിക്തൻ, അവിടുത്തെ പുത്രൻ. എനിക്ക് ലഭിക്കാവുന്നതിൽ ഏറ്റവും വലിയ സമ്മാനമാണ് ലഭിച്ചത്. നിന്നെ അറിയാൻ എനിക്ക് സാധിച്ചു. ഇനി എനിക്ക് സമാധാനത്തോടെ പോകാം. അമ്മയുടെ കാര്യം നീ നോക്കണം. സ്വർഗദൃഷ്ടിയിൽ അവൾ വിലപ്പെട്ടവളാണ്, എൻ്റെ ജീവനേക്കാൾ ഉപരി. എൻ്റെ പ്രിയപുത്ര, എൻ്റെ മകനെ, എന്നെ അനുഗ്രഹിച്ചാലും പിതാവേ. നിന്നെ ഞാൻ അനുഗ്രഹിക്കുന്നു മകനെ. അത്യുന്നതന്റെ പുത്ര, മകനെ, നീ ആരാണ്? അവിടുത്തെ പുത്രൻ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. സ്വർഗം ഏൽപ്പിച്ച ജോലി ചെയ്തു കഴിഞ്ഞ് ആരും അറിയാതെ അണിയറയിലേക്ക് പിൻവലിഞ്ഞ നീതിമാൻ. ലോകദൃഷ്ടിയിൽ മരണപ്പെട്ടുവെങ്കിലും ആ സ്നേഹവാനായ പിതാവ് ഇന്നും ജീവിക്കുന്നു തൻ്റെ സ്വർഗീയ പുത്രനായ യേശുവിൻ്റെ ഹൃദയത്തിൽ. ആ പ്രഭയിൽ ഇന്നും സ്വർഗത്തിൽ നിശബ്ദമായി പ്രവർത്തിക്കുന്നു നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബങ്ങളുടെ സ്വർഗീയ പാലകനായി. പാവറട്ടിയിലെ ഈ ദേവാലയത്തിൽ നിന്ന് വിശുദ്ധ യൗസേപ്പിതാവിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനകൾ നിരന്തരം ഉയരുന്നു. നോയമ്പുകാലത്തുള്ള എല്ലാ ബുധനാഴ്ചകളിലും മരണത്തിരുനാൾ ദിനമായ മാർച്ച് 19-നും ഊട്ടുനേർച്ചയ്ക്കും പ്രാർത്ഥനയ്ക്കുമായി അനേകം വിശ്വാസികൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. എല്ലാ വർഷവും ഈസ്റ്റർ കഴിഞ്ഞുള്ള 3-ാം ഞായറാഴ്ചയാണ് പാവറട്ടി തിരുനാൾ. പതിനായിരങ്ങളാണ് അന്നിവിടെ തീർത്ഥാടകരായി എത്തുന്നത്. യൗസേപ്പിതാവിൻ്റെ നാമധേയത്തിലെ തീർത്ഥകാലത്തിൽ പ്രധാനമായും നോമ്പുകാലത്തെ കർമ്മങ്ങളാണ് നടക്കുന്നത്. എല്ലാ നോമ്പുകാല ബുധനാഴ്ചകളിലും 5:30 മുതൽ ദിവ്യ ഇവിടെ അർപ്പിക്കുകയാണ്. 10 മണിയുടെ ദിവ്യയിലോടുകൂടി ഇവിടെ ഊട്ടുസദ്യ നടത്തുന്നു. നാനാജാതി മതസ്ഥർ വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ അനുഗ്രഹം യാചിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേരുന്നു. യൗസേപ്പിതാവേ വാഴ്ക, നീതി പിതാവേ വാഴ്ക. യൗസേപ്പിതാവേ വാഴ്ക, നീതി പിതാവേ വാഴ്ക. മാമുനിമാരിലെ
പിതാവേ വാഴ്ക നീതി പിതാവേ വാഴ്ക നീതിപ്പൂക്കൾ മണ്ണിൽ വിരിക്കാൻ ശാന്തി ദീപം ഉള്ളിൽ തെളിയാൻ നീതിപ്പൂക്കൾ മണ്ണിൽ വിരിക്കാൻ ശാന്തി ദീപം ഉള്ളിൽ തെളിയാൻ വിൺമണി പൈതലാം ദൈവാത്മജന്റെ പ്രിയമേറും കൃപയേകൂ നിത്യം കൃപയേകൂ യൗസേപ്പ് പിതാവേ വാഴ്ക നീതി പിതാവേ വാഴ്ക വാത്സല്യവാരിധേയങ്ങല്ലാതില്ലാരും അൻപേഴും തൃക്കരത്താലെ പുൽകുവാൻ വാത്സല്യവാരിധേയങ്ങല്ലാതില്ലാരും അൻപേഴും തൃക്കരത്താലെ പുൽകുവാൻ ആലംബമേകണേ പുണ്യപിതാവേ നമിക്കുന്നിതാ ഞങ്ങൾ തൃപ്പാദം ആലംബമേകണേ പുണ്യപിതാവേ നമിക്കുന്നിതാ ഞങ്ങൾ തൃപ്പാദം നീതിപ്പൂക്കൾ മണ്ണിൽ വിരിക്കാൻ ശാന്തി ദീപം ഉള്ളിൽ തെളിയാൻ വിൺമണി പൈതലാം ദൈവാത്മജന്റെ പ്രിയമേറും യൗസേപ്പ് പിതാവേ വാഴ്ക നീതി പിതാവേ വാഴ്ക നമുക്കും അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ അവിടുത്തോട് പ്രാർത്ഥിക്കാം. വിശുദ്ധ യൗസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.